നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ 4 വീഡിയോകളിലായി 4 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ കാര്യം, ആദ്യമായി നാം ഒരു നല്ല വ്യക്തിത്വമാണ് എന്ന് തീരുമാനിക്കേണ്ടതും അത് വിശ്വസിക്കേണ്ടതും നമ്മൾ തന്നെയാണ് എന്ന് നാം ഡിസ്കസ് ചെയ്തു. രണ്ടാമതായി, മടിയില്ലാതെ ഒരു ആക്റ്റീവായിട്ടുള്ള പേഴ്സണായി നാം മാറുന്ന വിഷയവും നാം ചർച്ച ചെയ്തു. മൂന്നാമതായി, അസൂയയും കുശുമ്പും കുന്നായ്മയും ഒന്നുമില്ലാത്ത നല്ല ഒരു വ്യക്തിത്വമായി നാം മാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. നാലാമതായി, ഒറ്റ നോട്ടത്തിൽ ആരെയും വിലയിരുത്താതെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആളുകളെ വിലയിരുത്തുകയും എല്ലാ വ്യക്തികൾക്കും അവരർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന നൽകുന്നതിനെയും കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്തത്. അഞ്ചാമത്തെ ഈ വീഡിയോയിൽ അഞ്ചാമത്തെ കാര്യമായി നാം പറയുന്നത്, നാം മാത്രമാണ് ശരി എന്ന നിലപാട് നാം ഒഴിവാക്കുക. ആ ഒരു പിടിവാശി, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന പിടിവാശി ഒഴിവാക്കിക്കൊണ്ട് നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താനും നല്ല ഒരു റിലേഷൻഷിപ്പ്, അർത്ഥവത്തായിട്ടുള്ള സൗഹൃദം രൂപപ്പെടുത്തിയെടുക്കാനും നാം ശ്രമിക്കുക. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നാം പറയുന്ന എല്ലാ വിഷയങ്ങളും ശരിയാവാൻ നാം ദൈവമോ ദൈവദൂതനോ മാലാഖമാരോ ഒന്നുമല്ല. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ പോരായ്മകളും നമുക്കുമുണ്ടാകും എന്ന് നാം അക്സെപ്റ്റ് ചെയ്യുക. നാം മനുഷ്യനാണ് എന്നത് കൊണ്ട് തന്നെ മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും കുറവുകളും എല്ലാം നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് ശരിയല്ല എങ്കിൽ ഞാൻ ചെയ്തതാണ് ശരി എന്ന പിടിവാശിക്ക് യാതൊരു സ്ഥാനവുമില്ല. ആ പിടിവാശി മാറ്റിക്കൊണ്ട് നല്ല ഒരു വ്യക്തിത്വമാകുകയും സൗഹൃദങ്ങളെ ശക്തിപ്പെടുത്താനും നാം ശ്രമിക്കുക. ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് വേറെയാണ്. നിങ്ങളുടെ ശരി ഒരുപക്ഷെ എനിക്ക് ശരിയാവണമെന്നില്ല. ഞാൻ തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിയാണ് എന്ന് മനസ്സിലാക്കിയേക്കാം. കാരണം ഓരോ മനുഷ്യന്റെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെയാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരികളെ നിഷേധിക്കാൻ ഞാനാണല്ല, എൻ്റെ ശരികളെ ശരിയാണ് എന്ന് വാശി പിടിക്കാനും ഞാനാണല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വാശികളില്ലാതെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളെ അംഗീകരിക്കാനും എല്ലാവരുടെയും ശരികളെയും തെറ്റുകളെയും ഒക്കെ മനസ്സിലാക്കാനും നമ്മുടെ ശരി നമ്മുടേതാണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അതൊരു അഭിപ്രായമായി, ഒരു ഒപ്പീനിയനായി പറയാനുമുള്ള ഒരു മാനസികാവസ്ഥ നാം സൃഷ്ടിച്ചെടുക്കണം. നാം പറയുന്നതെല്ലാം എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. കാരണം അവർ കണ്ടത് നാം കണ്ടതിൻ്റെ എതിർവശത്ത് നിന്നാകാം. നാം കാണാത്ത പലതും അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ അവരുടെ ശരി എന്ന ഭാഷ്യത്തെ നീതീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ചെന്ന് വരും. അതുകൊണ്ട് തന്നെ ഞാനാണ് എല്ലാ വിഷയത്തിലും ശരി എന്ന ധാരണ നാം ഒഴിവാക്കുക. അത് നമ്മളെ ആളുകളുമായി അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്ക് നയിക്കുകയും ബന്ധങ്ങൾ തകരുകയും ചെയ്യുന്നതിനെ സഹായിക്കും. തർക്കങ്ങളും ഡിബേറ്റുകളും ഒക്കെ ആവശ്യമാണ്. അത് വാശിക്ക് വേണ്ടിയിട്ടല്ല, അറിയാനും അറിയിക്കാനുമായിരിക്കണം നമ്മുടെ തർക്കങ്ങളും നമ്മുടെ ഡിബേറ്റുകളുമെല്ലാം. നമ്മുടെ ആശയങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനാവണം സംവാദങ്ങളെല്ലാം. അതിനുവേണ്ടി ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പരിമിതികളെ നാം മനസ്സിലാക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നത് യാതൊരു നിർബന്ധവുമില്ല, അത് അസാധ്യവുമാണ്. ഒരു ജന്മം മുഴുവനെടുത്താലും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഗ്രാഹ്യം നേടുക, എല്ലാറ്റിലും മികവ് പുലർത്തുക എന്നത് അസാധ്യമാണ് എന്ന സത്യം നാം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ എനിക്കറിവില്ല എന്നതോ എനിക്കതിനെക്കുറിച്ച് ധാരണയില്ല എന്നതോ ഒരു മഹാ അപരാധമല്ല. ലോകത്ത് ഒരാൾക്കും എല്ലാ വിഷയത്തിലും ഗ്രാഹ്യമുള്ളതായിട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ അനുകമ്പയോടുകൂടി കേൾക്കാനും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാനും അവരുടെ അഭിപ്രായത്തെ പരിഗണിക്കാനും അതിനെ നമ്മൾ മനസ്സിലാക്കാനും ശ്രമിക്കുക.
അല്ലാതെ നമ്മുടെ അഭിപ്രായത്തോട് കൂടുതൽ അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഡിഫെൻസീവോ ആകാതിരിക്കുക. ഒരു പക്ഷേ നാം കണ്ട രീതി ശരിയാകാതിരിക്കുകയോ നാം മനസ്സിലാക്കിയ രീതിയോ ആയിരിക്കില്ല ശരി. നാം കണ്ടതിനപ്പുറത്ത്, നാം കേട്ടതിനപ്പുറത്ത്, നാം മനസ്സിലാക്കിയതിനപ്പുറത്ത് ഒരു പക്ഷെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പുതിയ കാര്യങ്ങളെ സ്വീകരിക്കാനും പുതിയ ഐഡിയകളെ, പുതിയ ആശയങ്ങളെ സ്വീകരിക്കാനും അതിനെ അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നാം രൂപീകരിച്ചെടുക്കുക, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതോടൊപ്പം ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ്, എല്ലാറ്റിനെയും സ്വീകരിക്കാനും എല്ലാറ്റിനെയും അഡാപ്റ്റ് ചെയ്യാനും കഴിയുന്ന നല്ല ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് നാം ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് നമ്മളുടെ സൗഹൃദങ്ങളെ ശക്തമാക്കാനും ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് സാധ്യമാക്കാനും സഹായിക്കും. അങ്ങനെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന ആ ഒരു മനോഭാവം മാറ്റിക്കൊണ്ട് ഞാൻ കണ്ടതാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ശരി ഒക്കെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതിൽ പിടിവാശിയില്ലാതെ മറ്റുള്ളവരുടെ ശരികളെയും തെറ്റുകളെയും മനസ്സിലാക്കാനും അത് കേൾക്കാനും അതാണ് ശരി എന്ന് ബോധ്യപ്പെട്ടാൽ അത് അഡാപ്റ്റ് ചെയ്യാനും, ലോകത്തിലുള്ള എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണെന്ന അഹങ്കാര ഭാവം മാറ്റി എല്ലാം അറിയുക എന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കി എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം, ചില കാര്യങ്ങൾ, മഹാഭൂരിപക്ഷം കാര്യങ്ങളും എനിക്കറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീക്ഷണകോണിലൂടെയും എൻ്റെ കാഴ്ചപ്പാടിലൂടെയും ഞാൻ നോക്കുമ്പോൾ ഇതാണ് ശരി. ഒരു പക്ഷേ നിങ്ങൾ ആ കാര്യത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ, മറ്റൊരു രീതിയിലൂടെ നോക്കിക്കാണുമ്പോൾ നിങ്ങളുടേതുമാകാം ശരി. അങ്ങനെ നിങ്ങളുടെ ശരിയെ എൻ്റെ ശരിയേക്കാൾ എനിക്ക് ബഹുമാനിക്കാനും അത് പരിശോധിക്കാനും, പരിശോധനയിൽ അതാണ് ശരിയെന്ന് മനസ്സിലാക്കിയാൽ അതിനെ അഡാപ്റ്റ് ചെയ്യാനും അതിനെ സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു മാനസികാവസ്ഥ രൂപീകരിച്ചെടുത്താൽ നമ്മൾ നല്ല ഒരു വ്യക്തിത്വമായി മാറും. നല്ല ഒരു വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.